എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഫൈനലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്? എങ്ങനെയുണ്ട് ഇപ്പോൾ നിലവിലെല്ലാം അടിപൊളിയാണ്. എന്താ പറയണ്ടേ, ഫിനാലെ അടിപൊളിയായിരുന്നു. ഡിസേർവ് ചെയ്തിട്ടുള്ള ജിൻഡോ ചേട്ടൻ തന്നെ വിൻ ചെയ്തു. പിന്നെ സെക്കൻഡ് ജാസ്മിൻ വരണമെന്ന് എനിക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. എന്നാലും അർജുനാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഡിസേർവിംഗ് പീപ്പിൾ തന്നെ വിൻ ചെയ്തു. എന്തുകൊണ്ടാണ് ജാസ്മിൻ സെക്കൻഡ് വരണമെന്ന് ആഗ്രഹിച്ചത്? എൻ്റെ പേഴ്സണലി എൻ്റെ ഫ്രണ്ടാണ് ജിൻഡോ ചേട്ടനും ജാസ്മിനും. പിന്നെ നല്ലോണം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ആസ് എ ഷോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ഒരാളും കൂടിയാണ്. എന്നാലും തേർഡ് പൊസിഷൻ ഓൾസോ അടിപൊളിയാണ്. അത് കാരണം ഡിസേർവിംഗ് ആണ്. ഈ ജാസ്മിനാണ് കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടോണ്ടിരുന്നത്? പുറത്തുള്ള ഡിസ്കഷൻസോ? അല്ല, അതൊരു ഗെയിം ഷോ അല്ലേ. അപ്പോൾ ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് അവർ കുറേ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത് അവരുടെ ഗെയിമാണ്. അത് സക്സസ് ആയതുകൊണ്ടാണല്ലോ അവർ ഫിനാലെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്തത്തെ നെഗറ്റീവ് അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആസ് എ ഗെയിമർ ഒരു അടിപൊളി ഗെയിമറാണ് ജാസ്മിൻ. ബ്രോയുടെ ഒരു ജീവിതത്തിൽ വലിയൊരു തിരിച്ചുവരവായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത്. ജീവിതം മാറ്റിമറിച്ചൊരു ഷോ കൂടെ തന്നെയായിരുന്നു. എന്ത് തോന്നുന്നു, ബിഗ് ബോസ് ഷോ എന്താണ് സമ്പാദിച്ചത് ജീവിതത്തിൽ? ബിഗ് ബോസിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് വിൻ ചെയ്തില്ലെങ്കിലും ലൈക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ചേഞ്ചായി. ഞാനിപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫിനാലേക്ക് വരുമ്പോൾ വീട്ടുകാരെന്നെ എല്ലാം ഷോപ്പിംഗ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൂടി വരുന്നത്. അപ്പം റിയലി ഹാപ്പി. അമ്മ കണ്ണ് നിറഞ്ഞിട്ടാണ് അന്നൊരു ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇപ്പോൾ സന്തോഷമാണ് ഫാമിലി മൊത്തത്തിൽ? ഫാമിലി ഭയങ്കര സന്തോഷമാണ്. ഈ ഷോ കൊണ്ട് ഇപ്പം അമ്മ ചേച്ചിയോടൊപ്പം ചെന്നൈയിലായിരുന്നു. ഇപ്പം വീട്ടിലിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം അടിപൊളിയായി പോകുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഒരു റിയൽ ഗെയിമർ എന്ന് പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയാൻ പറ്റുക? റിയൽ ഗെയിമർ ജിൻഡോ ചേട്ടൻ എന്ന് പറയാൻ വേണമെങ്കിൽ. ആള് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡേ 1 വന്നപ്പോൾ കുറച്ച് സൈലന്റ് ആയിരുന്ന ആളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഭയങ്കര മോഡലിലോട്ട് കുറെ പണി എടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ജിൻഡോ കപ്പടിക്കുന്നതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ശ്രീതു ഔട്ടായപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ശ്രീതുവിൻ്റെ ഒട്ടും കൂടി അർജുന് വരുമ്പോൾ അർജുനും നല്ലോണം കയറാൻ ചാൻസ് ഉണ്ട്. അതാണ് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇപ്പോൾ വൈറലായി പോകുന്നുണ്ട്. ഈ ബിഗ് ബോസ് മുന്നേ പോകുന്നതിൽ മുന്നേ എങ്ങനെയായിരുന്നു ബിഗ് ബോസിനെ കണ്ടിരുന്നത്? ബിഗ് ബോസിനെ കണ്ടു. ഞാൻ എല്ലാ സീസൺസും കാണാറുണ്ട്. ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്. പക്ഷെ ഉള്ളിലെത്തിയപ്പോൾ മനസ്സിലായ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡില്ല, സ്ലീപ്പില്ല, എപ്പോഴും അടിയാണ്. അപ്പോൾ അത് സർവൈവ് ചെയ്യുക 100 days അവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ചാലഞ്ചാണ്. അപ്പോൾ അവിടെ അത്രയും ദിവസം തന്നെ എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരോ മത്സരാർത്ഥികൾക്കും. ബ്രോയ്ക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ട് എന്റെ ക്യാരക്ടറിൽ എന്റെ ക്യാരക്ടറിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്ക് ഓരോ. അതെ അതെ അതെ. എന്റെ ഇപ്പം എത്രത്തോളം എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് കുറച്ച് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ തുടക്കത്തിൽ വന്നപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ കുക്കിംഗ് ക്ലീനിങ് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി. ഫ്യൂച്ചർ പ്ലാൻസ് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മോഡലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ഷോസൊക്കെ കിട്ടി. ഞാനിപ്പോൾ ഷിയാസിക്കേൻ്റെ ഒപ്പം ഒരു റാമ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് ഗസ്റ്റൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ പരിപാടികളായി പോകുന്നു. ഞാനൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വരുന്നത് വരട്ടെ, എല്ലാം നല്ലതാണെന്ന് വിചാരിക്കും. ആക്ടിങ്ങിനോട് അത്ര താല്പര്യമൊന്നുമില്ല. അറിയാത്ത പരിപാടി നമ്മൾ ചെയ്യരുതല്ലോ. അതുകൊണ്ട് ആക്ടിങ് ഇല്ല, വല്ല മോഡലിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ആണ് മെയിൻലി ഇഷ്ടം. ഈ ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസും കാണുന്നതിൽ ഈ ബിഗ് ബോസ് എന്ത് തരം വ്യത്യസ്തതാണ് കൊണ്ടുവന്നു ചോദിച്ചാൽ? ഈ സീസൺ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ വ്യത്യാസമില്ല. അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ പവർ റൂം അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാ സീസണും ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുന്നത്. ഇത് തുടക്കം തന്നെ ഫുൾ അടി പൊട്ടലായതുകൊണ്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സീസണാണ്. അതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇപ്പോൾ വോട്ടിംഗ് ആണെങ്കിലും 65% കൂടുമെന്നാണ് പറയുന്നത്. അപ്പം കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളൊരു സീസണായി മാറി. അത് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബിഗ് ബോസിൽ തന്നെ. ഇപ്പൊ ശ്രീതു അർജുൻ പ്രണയമായാലും ഗബ്രി ജാസ്മിൻ പ്രണയമായാലും ഭയങ്കര ചർച്ചാ വിഷയമായ പ്രണയമൊക്കെ ആയിരുന്നു. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് ഒരാളെ സംബന്ധിച്ച് ചോദിച്ചാൽ? അത് എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നിയത് ശ്രീതു അർജുൻ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. ജാസ്മിൻ ഗബ്രി എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അവർ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അങ്ങനെ? കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഒരു പോയിന്റിൽ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം ഷോ കഴിഞ്ഞിട്ടായാലും അവരുടെ ബോണ്ട് നമ്മളിപ്പോ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിൽ കാണുമ്പോൾ അവർ എപ്പോഴും ഭയങ്കര ക്ലോസ് ആണ്. ഗബ്രിക്കായാലും ജാസ്മിൻ ജയിക്കണം എന്നുള്ളൊരു ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം മേ ബി ജെനുവിൻ ഫീലിംഗ്സ് തന്നെ ആയിരിക്കാം. നമ്മളാരും അല്ലല്ലോ ജഡ്ജ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഫ്യൂച്ചറൊക്കെ എല്ലാം
ആ ഓക്കെ. അതായത് ഉള്ളിൽ നിങ്ങൾ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും. നിങ്ങൾ അഭിഷേകമല്ല ബാക്കിയുള്ള അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പൊ സീസൺ കഴിഞ്ഞു അവസാനിച്ചു ഫിനാലൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു സൗഹൃദം എങ്ങനെയായിരിക്കും? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഇപ്പം നമ്മൾ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ആഫ്റ്റർ പാർട്ടി ഇന്നലെ ഉണ്ടായിരുന്നപ്പോഴും എല്ലാവരും പറഞ്ഞ് തീർത്തു. ജാനുവും അർജുനും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞ് തീർത്തു. പിന്നെ ആരാണ് നോറയും ജാനുവും തമ്മിൽ ഭയങ്കര ശാപം അങ്ങനത്തെ ഉള്ളതൊക്കെ അവർ പറഞ്ഞ് എല്ലാവരും സെറ്റാണ്. അതെല്ലാം ഗെയിമിൽ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയി ഇരിക്കുന്നതാണ്. എൻ്റെ ഭാഗത്തു നിന്നായാലും ആരും ഇപ്പോൾ അഭിഷേക് ആയാലും ചെറിയായിട്ട് ഞാൻ അഭിഷേക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനും ഇന്നലെ അവനെ കണ്ട് പറഞ്ഞ് നമ്മളിനി ഒരു ഇഷ്യൂസ് ഇല്ല, ഒരു ഗെയിം ഷോൻ്റെ ഭാഗമാണെന്ന് മാത്രം പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്തു. എല്ലാം ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും ഫ്യൂച്ചറൊക്കെ അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.